ചെയ്യാന്ന്? ഞാൻ എന്ത് പറയാനാ? പറയുന്നൊന്ന് കേട്ടൂടെ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ നീ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കില്ലേ? ഷട്ട് അപ്പ്. എനിക്കെല്ലാം മനസ്സിലായി. സ്പൃഹ, അതിനൊക്കെ ബോധമുള്ള സമയമാണ്. നിനക്കെന്താ? നീ വരുമ്പോഴൊക്കെ ഞാൻ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നാണോ? അപ്പോ ഒരു പട്ടി നമ്മളെ കടിച്ച് നമ്മൾ തിരിച്ചു കഴിക്കും. പറയും. വേറെ എന്തെങ്കിലും പറയടാ. ഓഹോ, അങ്ങനെ പറഞ്ഞല്ലേ. ശരി, നീ നിന്റെ സിസ്റ്റർ പോയി കാണും. ചേച്ചി, വാ വാ ഇരിക്ക്. നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. അതങ്ങനല്ലേ ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേട്ടു. നീ ഒന്നും പറയണ്ട, ഞാൻ കണ്ടതാണ്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ കുടുംബസ്വത്തിന്റെ ആധാരങ്ങളാ. ഇതൊന്നും എനിക്ക് വേണ്ട. എങ്ങനെയെങ്കിലും പിരിഞ്ഞു മാറി താമസിച്ചാൽ മതി. അതേടാ, ഞാൻ വിചാരിച്ചത് നീ റെസ്പോൺസിബിൾ ഉള്ള ആളാണെന്നാ. കല്യാണത്തിന് മുന്നേ ഹണിമൂൺ ആഘോഷിച്ചു പറയാൻ തന്നെ നാണാവുന്നു. എങ്ങനെയാടാ നിന്റെ കല്യാണം നമ്മൾ ഉറപ്പിച്ചതല്ലേ? വേറൊരു പെണ്ണിന്റെ കൂടെ എങ്ങനെ നിനക്ക് ഫ്ലേർട്ട് ചെയ്യാൻ തോന്നുന്നു? അതിനടുത്ത് പോലീസ് വീട്ടിലേക്ക് വന്ന് എന്നെ കൊണ്ട് പറ്റില്ല. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബ്രദറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനെല്ലാം കണ്ടത് അതൊക്കെ ചീറ്റിംഗ് ആണെന്നേ. ഇവന്റെ ഫ്രണ്ട് ആ ബോബി കളിച്ച കളി അതൊക്കെ. അല്ലെങ്കിൽ ഈ ജനറേഷൻ ഇങ്ങനെയാ, ഭയങ്കര ക്ലോസ് പോലെ അഭിനയിക്കുകയും ചെയ്യും, പിന്നെ കൂടെ നിന്ന് കുഴി തോണ്ടുകയും ചെയ്യും. ബെറ്റർ ഓപ്ഷൻ എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും റെഡിയാ. ആ ബോബിയെ കണ്ടില്ലേ, നല്ലവനെ പോലെ നടിച്ചിട്ട് കൂടെ നിന്ന് പണിതുകൊണ്ടിരിക്കും. പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ക്രിക്കറ്റ് ബെറ്റിംഗ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ അവന്റെ കണ്ണ് ആ സ്മിതയുടെ മേലെത്തി. അവളെ സ്വന്തമാക്കാനായിട്ടാ അവൾ ഈ കളികൾ മുഴുവൻ കളിക്കുന്നു. ഇനിയിപ്പോ എന്താ? എനിക്കിവിടെ അക്കൗണ്ട് ഉണ്ടോ? എടാ, എന്നാ നിന്റെ കല്യാണം? മാച്ച് 2 മണിക്കാ. മാച്ച് 2 മണിക്കാണ് സാറേ. ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ, മാച്ചിനാണോ മാരേജിനാണോ വന്നത്? എന്റെ അതിരടാ, മാച്ചിന് വന്നതാ. നടക്ക്. മാരേജ് രാത്രി 2 മണിക്കാ വെച്ചിരിക്കുന്നത്. നല്ലത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വരാൻ പറഞ്ഞത്. ഓക്കെ, എന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. വളരെ സന്തോഷം. സാറിനെ നോക്കണേ. നീ പോയിക്കോ, ഞാൻ കളിച്ചോളാം. Another full house. സാറേ, കളി തുടങ്ങിയിട്ടാ. നമുക്ക് ഈ കളി നേരിട്ട് കളിക്കാൻ പറ്റിയിരുന്ന നല്ല രസമായിരുന്നല്ലേ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ, നടക്കില്ലല്ലോ. സാറേ, ഒരു കളിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി കാശ് ഇറക്കിക്കൂടെ? സാറിന്റെ പ്രഡിക്ഷൻസ് ഒക്കെ എപ്പോഴും കറക്റ്റ് അല്ലേ സാറേ? എന്താടാ, നീ ഉറങ്ങിക്കൊണ്ടിരിക്കണോ? ഏയ്, അതൊന്നും ഉദ്ദേശിച്ചല്ല സാറേ. ഇവിടെയാണെങ്കിൽ കയ്യിൽ കാശും ഇല്ല, ദേ ജനറേറ്ററും പോയി കിടക്കുക. സാറേ ഒരു കളി കളിക്ക് സാറേ. പറ സാറേ. ഫസ്റ്റ് ബാറ്റിംഗ് നിനക്കല്ലേ? എന്റെ സാറേ, എനിക്കിത് മതി സാറേ. എനിക്ക് ഫുഡും ബെഡും കിട്ടിയ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സാറിന് പരിപാടി? ആ, മനസ്സിലായി. അടുത്തത് 4 ആയിരിക്കും അല്ലേ? അടിപൊളി 4. ഓൾറെഡി കഴിഞ്ഞ കളിയാ അയാളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ബ്ലൂടൂത്ത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഞാൻ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തോളാം. ആ സാറേ, എനിക്ക് വേണ്ടി ഒരു 10,000 രൂപ ബെറ്റ് വെക്കാവോ സാറേ? 10 ഓവറിൽ 80 റൺസ് അടിക്കുമെന്ന്. അതെ സാർ. എടാ ബോബി, പറയ് സാറേ. ഒരു 10,000 രൂപ ബെറ്റ്. ഓക്കെ സാർ. എടാ, നമ്മൾ കിട്ടിവെച്ച പൈസ പോയാലോ? സാറാ ടെൻഷൻ അടിക്കണ്ട. സാറുള്ളപ്പോ കളി തോക്കുന്നു തോന്നുന്നുണ്ടോ സാറിന്? എല്ലാം സിക്സറാ സാറേ, കണ്ടില്ലേ അടിക്കുന്നത്? അടുത്തത് 4 അടുത്തത് അടിക്കടാ. സാറേ 6.
That is a scorching. They'll go again. Oh, that's gone a long way into the stands. Oh, this time it's a full toss. Oh, it's got the same ആ treatment. നമുക്ക് 10,000 അടിച്ചു സാറേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം സാറേ. പ്ലഗ് പ്ലഗാ? ആ പ്ലഗ് സാറേ, പ്ലഗ് പ്ലഗ് ആ പ്ലഗ് പ്ലഗ്. ഓ ഇഡിയറ്റ്. അയ്യോ. അതാണോ നീ ആ ഉദ്ദേശിച്ചത്? അതെ. അടുത്ത ഓവറിൽ 100 തികയ്ക്കും സാറേ. 1,00,000. ലക്ഷോ? സാർ അതിന് ടെൻഷൻ ആവുന്ന. സാറ് പറഞ്ഞ അതാ അവര് അടിക്കില്ലേ, കണ്ടില്ലേ അടിക്കുന്നത്. Just into the stands. എടാ ബോബി, ആ സാർ. 1,00,000 രൂപ ബെറ്റ്. ഓക്കെ സാർ. ഓക്കെ. ബാറ്റിംഗ് കണ്ടോ? Oh, yes! Yes! Oh, it's as big as you get. 6 number 29. Invest. Oh, it's gone. And it's gone far. 150 for Chris Gayle. ലക്ഷം. സാറേ നമുക്ക് 1,00,000 കിട്ടി. ഇതുവരെ ഒന്നും ഇല്ലായിരുന്ന നീ ലക്ഷാധിപതിയായല്ലേ? Bowling action, it hasn't worked again. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. സാറേ സാറാണ് 4, സാറാണ് 6. യെസ്, ഐ ആം 4, ഐ ആം 6, ഐ ആം ബൗണ്ടറി. യാ, ക്രിക്കറ്റിന്റെ വിശ്വരൂപം ഞാൻ കാണിച്ചു തരാടാ. ജസ്റ്റ് വെയിറ്റ്. എടാ ബോബി, ഫൈൻസ് റേറ്റ് എത്രയാടാ? 22-23. 23 ഫൈൻസ് ആണ് സാർ. ഓക്കെ, 50 lakhs ബെറ്റ്. 50 lakhs. യെസ്, ഓക്കെ സാറേ മനസ്സിലായോ? സാറാണ് സാറേ 4, സാറാണ് 6. ഇത് എന്തായാലും ജയിക്കും സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട. Come on, hit. Oh, Come on, hit. Come on, hit. Bhubaneswar Kumar has been dispatched. Oh, wow! Sick! Hit. Boom! Has he got all of that? It's now the highest score ever. Yes, I am legendary. I am cricket. Cricket I am. 63 for 5. Congratulations all round. സാറേ നമ്മൾ കള്ളു കുടിച്ചു കഴിഞ്ഞല്ലേ? ആ. നീ കാലിന്ന് തിരുമിക്കേ, ഞാൻ കാണട്ടെ. ഡ്രിങ്ക്സ് കഴിഞ്ഞ പിന്നെ എന്താടാ വരിക? എന്ത്? ഒന്നും അറിയാതെ വിളിയടാ. ആരെയാ സാറേ? ഹലോ. അടിപൊളിയാ സാറേ. സാറ് വിളിച്ചതും ആളുതേ എത്തി. അതേടാ. എടാ, ആ, ഈ 6 അടിക്കുമ്പോ ഡാൻസ് കളിക്കുന്നവരുടെ പേരെന്താടാ? അത് നിനക്കറിയല്ലേ? ആരടാ? ആ, ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരാണ് ഏടാ, ചീസ് ഗേൾസ്. ചീൽസ് ഗേൾസ് അല്ലടാ, ചീർ ഗേൾസ്. ആ വിളിയടാ. ഹലോ ബോബി, ആ പറയൂ സാർ. ക്യാഷ് അയക്കടാ. സ്പോർട്സ് സെറ്റിൽമെന്റ് അല്ലേ നമ്മളുടെ ഇടയിലെ ഡീല്. അയാൾക്ക് നീ 2 പെഗും കൂടെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അയാൾ കയറ്റി വെച്ചോളും. ഇത്രയേ ഉള്ളൂ. വേറെന്തെങ്കിലും വേണോ? ഓ ഇതെടാ, ഇത് കണ്ടില്ലേ? കാശ്. ക്രിക്കറ്റ് ലെജൻഡറി. എടുക്ക് മോളെ. ഒരെണ്ണം കൂടെ വേണോ? ഇനി വേണോ? അവിടെ വേണോ? കമാൺ കമാൺ, എടുക്ക്. നീ എടുത്തോടാ. എൻജോയ് എൻജോയ്. ബോബി. യെസ് സാർ. യെസ്, സ്പീക്കിംഗ്. 1 കോടി രൂപയുടെ ബെറ്റടാ. 1 crore ബെറ്റ്. 1 crore സാർ? അതേടാ, 1 കോടി രൂപയുടെ ബെറ്റ്. ഓക്കെ സാർ.